എല്ലാവർക്കും നമസ്കാരം. മീറ്റ് ദ എക്സ്പെർട്സ് എന്നൊരു പ്രോഗ്രാം ഇന്ന് എൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടി തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജിയിൽ ചിലപ്പോൾ മറ്റ് സ്പെഷ്യാലിറ്റി ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്പെഷ്യാലിറ്റിയാണ് ഇൻ്റർവെൻഷൻ റേഡിയോളജി. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ഇന്ന് എൻ്റെ കൂടെ വന്നിരിക്കുന്നത് കാരിത്താസിൽ തന്നെ ചീഫ് ഇൻ്റർവെൻഷൻ റേഡിയോളജിസ്റ്റായ ഡോക്ടർ സോമശേഖരനും പിന്നെ ഗൈനക്കോളജി എക്സ്പെർട്ടായിട്ട് വന്നിരിക്കുന്ന ഡോക്ടർ ബാബുവാണ്. രണ്ടുപേരെയും ഈ പ്രോഗ്രാമിനായിട്ട് വെൽക്കം ചെയ്യുന്നു. താങ്ക് യു സർ. ഡോക്ടർ സോമശേഖരൻ, ഈ ഇൻ്റർവെൻഷൻ റേഡിയോളജിയിലെ ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജിയിലുള്ള ആപ്ലിക്കേഷൻസ് എന്തെല്ലാമെന്ന് പറയാൻ പറ്റുമോ? താങ്ക്സ് ഡോക്ടർ ജി. സാർ പറഞ്ഞ പോലെ റോൾ ഓഫ് ഇൻ്റർവെൻഷൻ റേഡിയോളജി ഇൻ ഒബ്സ്റ്ററ്റിക് ആൻഡ് ഗൈനക്കോളജിനകത്ത് പല ഓപ്ഷൻസ് ഉണ്ട്, പല മൾട്ടിപ്പിൾ അപ്ലിക്കേഷൻസ് ആണ്, ഇൻക്ലൂഡിങ് മൾട്ടിപ്പിൾ പാത്തോളജീസ്. അതിനകത്ത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഇൻവോൾവ്മെൻ്റ് ആണെങ്കിൽ ഈ എംബോലൈഷൻ എന്ന ഒരു പ്രൊസീജിയറുണ്ട്. എംബോലൈഷൻ ആണെങ്കിൽ നമ്മൾ എൻഡോവാസ്കുലർലി നമ്മൾ യൂട്രസിൻ്റെ ബ്ലഡ് സപ്ലൈ ബ്ലോക്ക് ആക്കാനാണ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ. അത് നമ്മൾ എമർജൻസി ആയിട്ട് ചെയ്യുന്നത് ഈ പോസ്റ്റ്മോർട്ടം ഹെമറേജ്, പ്രൈമറി ഓർ സെക്കൻഡറി പോസ്റ്റ്മോർട്ടം ഹെമറേജ്, അങ്ങനെ പേഷ്യൻസിൽ ഡെലിവറി കഴിഞ്ഞിട്ട് ബ്ലീഡിങ് കൺട്രോൾ ആക്കാൻ പറ്റാത്ത പേഷ്യൻസിലാണ് നമ്മൾ എംബോലൈഷൻ ചെയ്തിട്ട് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇത് ആസ് എ ലൈഫ് സേവിങ് പ്രൊസീജിയർ. ഇതുപോലെ തന്നെ അല്ലാത്ത വേറെ ഒരു എലക്റ്റീവ് നോൺ എമർജൻസി കേസിൽ നമ്മൾ യൂട്രസിൻ്റെ ബ്ലഡ് സപ്ലൈ ബ്ലോക്ക് ആക്കുകയാണെങ്കിൽ ഈ ഫൈബ്രോയിഡ് ഉള്ള സംഭവം, ഫൈബ്രോയിഡ്സ് ഇതുള്ള പേഷ്യൻസ് ആണ് ഹെവി മെൻസ്ട്രൽ ബ്ലീഡിങ്, പിന്നെ സിവിയർ പെയിൻ ഡ്യൂറിങ് മെൻസ്ട്രേഷൻ, അങ്ങനെയവർക്ക് ഉള്ളവർക്ക് എലക്റ്റീവായിട്ടാണ് നമ്മൾ എൻഡോവാസ്കുലർലി എംബോലൈഷൻ ചെയ്തിട്ട് നമ്മൾ ആ ഫൈബ്രോയിഡിൻ്റെ ബ്ലഡ് സപ്ലൈ ബ്ലോക്ക് ആക്കണം. ഇത് ജസ്റ്റ് ഒരു ചെറിയൊരു ഒരു അപ്ലിക്കേഷനാണ്. ഇതുപോലത്തെ മൾട്ടിപ്പിൾ പാത്തോളജീസിലും ഇങ്ങനെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ട്. ഡോക്ടർ സോമശേഖരൻ, ഈ ഫൈബ്രോയിഡിന് വേണ്ടിയിട്ട് എൻഡോവാസ്കുലർ പ്രൊസീജിയറിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ ഫൈബ്രോയിഡ് എന്തുമാത്രം വലുപ്പം വരെയുള്ള ഫൈബ്രോയിഡിന് അത് ചെയ്യും, അത് ചെയ്ത് കഴിഞ്ഞാൽ എന്തുമാത്രം സൈസ് കുറയും, അതിനെക്കുറിച്ച് ഈ യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോലൈഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സൈസ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ അല്ല. മെയിൻ ക്രൈറ്റീരിയ ആണെങ്കിൽ ഈ പേഷ്യൻസിൻ്റെ സിംറ്റംസ് എന്താണ്? ടു മോസ്റ്റ് കോമൺ സിംറ്റംസ്, ഹെവി മെൻസ്ട്രൽ ബ്ലീഡിങ്, പിന്നെ ഉള്ളത് ഈ ഡിസ്മെനോറിയ, ഹെവി സിവിയർ പെയിൻ ഡ്യൂറിങ് ദി പീരിയഡ്സ്. ചിലർക്ക് ചെറിയ ഫൈബ്രോയിഡ് ആണെങ്കിലും 2-3 സെൻറ്റിമീറ്റർ ഫൈബ്രോയിഡ് ആണെങ്കിലും ഇങ്ങനെ ഒത്തിരി സിംറ്റംസ് ആയിട്ടും ഉണ്ടാവും. അങ്ങനെ പേഷ്യൻസിൽ നമ്മൾ എംബോലൈഷൻ ചെയ്യണം. അല്ലാത്ത കുറച്ച് പേഷ്യൻസ് മോർ ദാൻ 10 സെൻറ്റിമീറ്റർ ഫൈബ്രോയിഡ് ഉണ്ടെങ്കിലും അവർക്ക് ഈ സിംറ്റംസ് ഒന്നും ഉണ്ടാവത്തില്ല. അങ്ങനെ പേഷ്യൻസിൽ എംബോലൈഷൻ ചെയ്യാൻ ആവശ്യമൊന്നുമില്ല. സിംറ്റംസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റും. സൈസായിട്ട് നോക്കുവാണെങ്കിൽ നമ്മൾ ഫൈബ്രോയിഡ്സ് വിച്ച് ആർ മോർ ദാൻ 10-15 സെൻറ്റിമീറ്റേഴ്സ് അത്രയുള്ള ഫൈബ്രോയിഡ്സിൽ നമുക്ക് ടെക്നിക്കലി എംബോലൈഷൻ പ്രൊസീജിയർ ചെയ്യാൻ പറ്റും. നമ്മൾ ഫൈബ്രോയിഡിൻ്റെ മൊത്തം ബ്ലഡ് സപ്ലൈ ബ്ലോക്ക് ആക്കാൻ പറ്റും. പക്ഷെ അത് ചെയ്ത് ശേഷം അത്ര വലിയ ഒരു മാസ് എഫക്റ്റ് അബ്ഡോമൻക്കകത്ത് ഒരു 10-15 സെൻറ്റിമീറ്റർ ഉള്ള ഒരു മുള അതിൻ്റെ ഡിസ്കംഫർട്ടായിട്ട് വരും. അങ്ങനെ പേഷ്യൻസിലാണ് എംബോലൈഷൻ ചെയ്തിട്ട് നമുക്ക് അത് സർജിക്കലി എടുക്കണം. ഇതാണ് ഇതുള്ളത് സൈസിൻ്റെ. അല്ലാത്ത നമ്മൾ 10 സെൻറ്റിമീറ്റേഴ്സിൻ്റെ സൈസിൻ്റെ ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ എംബോലൈഷൻ ചെയ്യുകയാണെങ്കിൽ വിത്തിൻ എ ടൈം ഓഫ് 1 to 2 months അത് മോർ ദാൻ 50% സൈസ് കുറയും. അതിൻ്റെ സൈസിൻ്റെയാണ് ഇത് കുറയുന്നത്. അല്ലാത്ത സിംറ്റംസ് എല്ലാം അപ്പോൾ തന്നെ അടുത്ത നെക്സ്റ്റ് സൈക്കിളിൽ തന്നെ ബോത്ത് ഹെവി മെൻസ്ട്രൽ ബ്ലീഡിങ് പിന്നെ ഈ ഡിസ്മെനോറിയ 2 കംപ്ലീറ്റ് ആയിട്ട് പൊക്കോളും. അതിൻ്റെ സൈസ് റിഗ്രഷനിൻ്റെയാണ് ഒരു 1 month അപ്രോക്സിമേറ്റ് അങ്ങനെ ടൈം പറയുന്നത്. ഇത്രയും വലിയ 10-15 സെൻറ്റിമീറ്റർ സൈസുള്ള ഫൈബ്രോയിഡ് എംബോലൈസേഷന് ശേഷം സൈസ് കുറയുമെന്ന് പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും അതിന് പോസ്റ്റ് ഓപ്പറേറ്റീവിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ, പോസ്റ്റ് പ്രൊസീജിയർ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വരുമോ? അത് പിന്നീട് തിരിച്ചത് അത്രയും സൈസ് ആകാനുള്ള സാധ്യതയുണ്ട്? ജനറലി ഈ പ്രൊസീജിയറിൻ്റെ ആണെങ്കിൽ അത്രയ്ക്ക് സിവിയർ ലൈഫ് ത്രെറ്റനിങ് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല. പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പോസ്റ്റ് പ്രൊസീജിയർ ചിലർക്ക് പെയിൻ വരും, പിന്നെ കുറച്ച് പേർക്ക് ഈ യൂറിൻ പോകാൻ ബുദ്ധിമുട്ട് വരും, യൂറിൻ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഉള്ളത് കോൺസ്റ്റിപ്പേഷൻ. സൈസ് കൂടുതലാണെങ്കിൽ ഈ സിംറ്റംസ് ആണ് കൂടുതൽ. അല്ലാത്ത നമ്മൾ ടെക്നിക്കലി കറക്റ്റായിട്ട് ആ ഫൈബ്രോയിഡിൻ്റെ മൊത്തം ബ്ലഡ് സപ്ലൈ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലാത്ത മേജർ ലൈഫ് ത്രെറ്റനിങ് കോംപ്ലിക്കേഷൻസ് ഒന്നും വരത്തില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബെനിഫിറ്റ് ഉള്ളത്. പിന്നെ ആസ് സച്ച് ഈ ഫൈബ്രോയിഡിൻ്റെ സൈസ് നോക്കുവാണെങ്കിൽ 10-15 സെൻറ്റിമീറ്റർ ഉള്ള ഫൈബ്രോയിഡ് നമ്മൾ അതിൻ്റെ ബ്ലഡ് സപ്ലൈ ബ്ലോക്ക് ചെയ്ത ശേഷം അതിൻ്റെ അകത്ത് നെക്രോസിസ് വരെ സാധ്യതയുണ്ട്. നെക്രോസിസ് ആണെങ്കിൽ അത് ഫൈബ്രോയിഡ് സോളിഡ് ആയിട്ടുള്ളത് ലിക്വിഡായിട്ട് ഇങ്ങനെ കൺവേർട്ട് ആകും. അതും ഇത് മൊത്തം ഡെഡായി കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഇൻഫെക്ഷൻ വരെ ഒരു സാധ്യതയുണ്ട്. ഇൻഫെക്ഷൻ വന്നിട്ട് അത് ഒരു പസ് പോലെ ട്രാൻസ്ഫോർമേഷൻ ആകാൻ സാധ്യതയുണ്ട്. അങ്ങനെ അത് സീവിയർ ആണെങ്കിൽ നമുക്കത് ആസ്പിറേഷനോ ഇല്ല ഇത് വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഓപ്പൺ ചെയ്തിട്ട് ആ മൊത്തം ഇത് മാസ് നമുക്ക് എൻബ്ലോക്ക് ആയിട്ട് നമുക്ക് എടുക്കാൻ ഒരു ഇത് ഓപ്ഷനുണ്ട്. പിന്നെ സർ ചോദിച്ചത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് റീഗ്രോത്ത് ആഫ്റ്റർ എംബോലൈഷൻ.
അത് എല്ലാ പേഷ്യൻസിൻ്റെ നമ്മൾ എംബുലേഷൻ ചെയ്യാൻ മുമ്പ് ഒരു MRI ഇല്ല ഒരു CT സ്കാൻ നമ്മൾ ചെയ്യും. അതിനകത്ത് നമ്മൾ ആ ഫൈബ്രോയിഡ് നമ്മൾ ബ്ലഡ് സപ്ലൈ ഇത് എത്രയൊക്കെ ബ്ലഡ് സപ്ലൈ ആണ് കോമൺലി നമ്മൾ കണ്ടുപിടിക്കും. മോസ്റ്റ് കോമൺലി ഇറ്റ്സ് ഫ്രം ദി യൂട്രൈൻ ആർട്ടറി. രണ്ട് സൈഡ് യൂട്രൈൻ ആർട്ടറിയുടെ സപ്ലൈ ഉണ്ടാവും. ചിലർക്ക് ഒത്തിരി വലിയ ഫൈബ്രോയിഡ് ആണെങ്കിൽ അതിൻ്റെ ഒരു പാരാസൈറ്റിക് ബ്ലഡ് സപ്ലൈ, വേറെ ആർട്ടറീസിൻ്റെ ബ്ലഡ് സപ്ലൈ അല്ല അതും ഉണ്ടാവും. ഫൈബ്രോയിഡിൻ്റെ സിംറ്റംസ് നമുക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഈ എല്ലാ ബ്ലഡ് സപ്ലൈ ബ്ലോക്ക് ചെയ്യണം. അപ്പാർട്ട് ഫ്രം ദി യൂട്രൈൻ ആർട്ടറീസ് വാട്ട് ഓൾ അതർ ആർട്ടറീസ് ആർ ദെയർ. എല്ലാ ആർട്ടറീസ് നമ്മൾ കറക്റ്റായിട്ട് ബ്ലോക്ക് ചെയ്താൽ റീഗ്രോത്തിൻ്റെ ചാൻസസ് വളരെ കുറവാണ്. ഇതൊരു ടെക്നിക്കൽ സംഭവമാണ്. നമ്മൾ ചെയ്യുന്ന സമയത്ത് മൊത്തം ഫൈബ്രോയിഡിൻ്റെ ബ്ലഡ് സപ്ലൈ ബ്ലോക്ക് ചെയ്താൽ അങ്ങനെ റീഗ്രോത്ത് അങ്ങനെ ഓപ്ഷൻസ് അങ്ങനെ കൂടുതലായിട്ടൊന്നും ഇല്ല. പാർഷ്യലായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പിന്നെ റീഗ്രോത്ത് അങ്ങനെ വരും. അപ്പോൾ എന്തുമാത്രം കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യുന്നതനുസരിച്ച് ചാൻസസ്. യെസ് സർ. പിന്നെ ചിലർക്ക് മൾട്ടിപ്പിൾ ഫൈബ്രോയിഡ്സ് ഉണ്ടാവും. ഒരു ഫൈബ്രോയിഡ് അല്ലാതെ മറ്റേ ഫൈബ്രോയിഡ് അതിൻ്റെ സപ്ലൈ വേറെ ഉണ്ടാവും. അത് നമ്മൾ ബ്ലോക്ക് ചെയ്തില്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത ഫൈബ്രോയിഡിൻ്റെ സൈസ് കുറയും, ബ്ലോക്ക് ചെയ്യാത്ത ഫൈബ്രോയിഡിൻ്റെ സൈസ് പിന്നെ വളരും. ഇങ്ങനെ. അപ്പോൾ ഈ മൾട്ടിപ്പിൾ ഫൈബ്രോയിഡ്സിലും ഇതുപോലെ എംബോളൈസേഷൻ ഒരു ഓപ്ഷൻ ചെയ്യാൻ പറ്റും. സംശയം, ഇപ്പോൾ ഫൈബ്രോയിഡ് ഉള്ള പേഷ്യൻസിന് ഒത്തിരി ആൾക്കാർക്ക് ഇൻഫെർട്ടിലിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിന് ഈ എംബോളൈസേഷൻ ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ആണോ? ഇത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് സർ. കോൺട്രവേഴ്സി. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കോസ് ഓഫ് ഇൻഫെർട്ടിലിറ്റി ഇവാലുവേറ്റ് ചെയ്യണം. അതിനകത്ത് മൾട്ടിപ്പിൾ ഫൈബ്രോയിഡ്സ് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് കോസാണ്. അതെന്താണെങ്കിൽ ബിക്കോസ് ഫൈബ്രോയിഡ്സ് ആണ് ഈ കൂടുതൽ ബ്ലഡ് സപ്ലൈ എടുക്കുന്നത്. യൂട്രസിൽ ബ്ലഡ് സപ്ലൈ എല്ലാം പോകുന്നത് മോസ്റ്റ് ഓഫ് ദി ബ്ലഡ് സപ്ലൈ വിൽ ഗോ ടു ദി ഫൈബ്രോയിഡ്സ്. അങ്ങനെ പ്രഗ്നൻസി എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഫീറ്റസിൻ്റെ ഡെവലപ്മെൻറ്റിന് ബ്ലഡ് പോകത്തില്ല. ഓൾ ദി ബ്ലഡ് വിൽ ബി ഡൈവേർട്ടഡ് ടു ഫൈബ്രോയിഡ്സ്. അതാണ് റീസൺ ഫോർ ഇൻഫെർട്ടിലിറ്റി. ഇങ്ങനെ പേഷ്യൻസിൽ നമ്മൾ എംബോലേഷൻ ചെയ്യുകയാണെങ്കിൽ ഫൈബ്രോയിഡ് കംപ്ലീറ്റ് ആയിട്ട് ഡെഡ് ആയി പോകും. പിന്നെ നോർമൽ രീതി യൂട്രസിൻ്റെ ബ്ലഡ് സപ്ലൈ അതെല്ലാം പോയിട്ട് സേഫായിട്ട് നമുക്ക് കൺസെപ്ഷൻ പ്രഗ്നൻസി എല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. അങ്ങനെ പേഷ്യൻസിൽ നമ്മൾ ചെയ്താൽ 100% റിസൾട്ട്സ് ഉണ്ട്. ആസ് എ ഇഫ് പ്രൊവൈഡഡ് ഫൈബ്രോയിഡ് അലോൺ ഈസ് എ റീസൺ ഫോർ ഇൻഫെർട്ടിലിറ്റി. അല്ലാത്ത ബാക്കി അതർ കോസസ് ഓഫ് ഇൻഫെർട്ടിലിറ്റി നമ്മളെല്ലാം എക്സ്ക്ലൂഡ് ചെയ്തിട്ട് വെക്കണം. അടുത്തൊരു സിനാരിയോയിൽ ഈ ഫൈബ്രോയിഡ് വിത്ത് ഇൻഫെർട്ടിലിറ്റി ഉള്ള പേഷ്യൻസ് ആണ് ദേ വിൽ ഓപ്റ്റ് ഫോർ മയോമെക്ടമി റാദർ ദാൻ ദിസ് എംബോളൈസേഷൻ. ബിക്കോസ് എല്ലാവർക്കും ഒരു പേടിയാണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ യൂട്രസിലുള്ള ബ്ലഡ് ഫ്ലോ പോവുക, പിന്നെ ദാറ്റ് വിൽ കോസ് ഇൻഫെർട്ടിലിറ്റി എന്നൊരു പേടി എല്ലാവർക്കും ഉണ്ട്. ഒരുപാട് പേർക്ക് ഈ സംശയമുണ്ട് സർ. ഫൈബ്രോയിഡ് എംബോളൈസേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഫെർട്ടിലിറ്റി അഫക്റ്റ് ചെയ്യോ ഇല്ല, ഫ്യൂച്ചറിൽ പ്രഗ്നൻസി നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒത്തിരി പേർക്ക് ഡൗട്ടുണ്ട്. യൂട്രസ് ഒരു ബോഡിയിലൊരു ഓർഗനാണ്. ഇറ്റ്സ് ഹൈലി വാസ്കുലർ ആണെങ്കിൽ ഒത്തിരി ബ്ലഡ് സപ്ലൈ ഉണ്ട്. നമ്മൾ എത്ര ബ്ലഡ് സപ്ലൈ ബ്ലോക്ക് ചെയ്താലും അത് പിന്നെ പുതിയ ബ്ലഡ് സപ്ലൈ പിടിച്ചുകൊണ്ടിരിക്കും. ആണെങ്കിൽ യൂട്രസിൻ്റെ ബ്ലഡ് സപ്ലൈ വിൽ ബി ഓൾവേസ് മെയിൻറ്റെയിൻ. പിന്നെ നമ്മൾ ടെക്നിക്കലി നമ്മൾ പ്രൊസീജിയർ ചെയ്യുന്നത് ആ ഫൈബ്രോയിഡിൻ്റെ ബ്ലഡ് സപ്ലൈ മാത്രമാണ് ബ്ലോക്ക് ചെയ്യുന്നത്. ആസ് മച്ച് ആസ് പോസിബിൾ വി ഷുഡ് ഓൺലി ഡു സെലക്റ്റീവ് ബ്ലോക്കേജ് ഓഫ് ദി എംബോലൈസേഷൻ ഓഫ് ദി ഫൈബ്രോയിഡ് അലോൺ. അല്ലാത്ത ബാക്കി യൂട്രസ് നമ്മൾ ചെയ്യാത്ത. അങ്ങനെ ചെയ്താൽ കുഴപ്പമൊന്നും വരത്തില്ല. പക്ഷെ നമ്മൾ ഓവർ അഗ്രസീവായിട്ട് നമ്മൾ മൊത്തം എല്ലാം ഉള്ളത് ഇത് ബ്ലഡ് സപ്ലൈ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ ചിലർക്ക് ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂ വരാറുണ്ട്. എന്നാലും ഈ ടോപ്പിക് ഒത്തിരി കോൺട്രവേഴ്സി ഉള്ള ഒരു സംഭവമാണിത് അല്ലേ ഡോക്ടർ ബാബു? ഇതൊരു പുതിയതായിട്ട് തുടങ്ങിയൊരു, അതായത് നേരത്തെ എമർജൻസി സിറ്റുവേഷൻ, ലൈഫ് സേവിങ് സിറ്റുവേഷനിൽ മാത്രമേ ഗൈനക്കോളജിയിലും ഒബ്സ്റ്ററ്റിക്സിലും ഈ ഇൻ്റർവെൻഷൻ റേഡിയോളജിയുടെ ഉപയോഗം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇതുപോലുള്ള ഇതിൽ വന്നതുകൊണ്ട് കൂടുതലായിട്ട് അതിനെക്കുറിച്ചുള്ള എക്സ്പീരിയൻസ് കുറവായതുകൊണ്ട് തിയറിറ്റിക്കൽ പോസിബിലിറ്റീസിനെ കുറിച്ചാണ് ആൾക്കാർ സംസാരിക്കുന്നത്. പക്ഷേ സോംസനും പറഞ്ഞ പോലെ ഇഫ് യു ആർ ഡൂയിങ് ദി എംപ്ലോയിസേഷൻ ഫൈബ്രോയിഡിനെ മാത്രമാണ് എംപ്ലോയ്സ് ചെയ്യണമെങ്കിൽ പിന്നീട് ഫെർട്ടിലിറ്റി എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ഈ പ്രൊസീജിയർ ബ്രീഫായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. വളരെ ബ്രീഫായിട്ട് മതി. പിന്നെ അത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ ടെസ്റ്റുകളാണ് പ്രീ ഓപ്പായിട്ട് ചെയ്യുന്നത്, അത് എങ്ങനെയാണ്, പിന്നെ പേഷ്യൻറ്റിനെ കൗൺസിൽ ചെയ്യുന്നത്, ജസ്റ്റ് ബ്രീഫായിട്ട് പറയാം. ഈ പ്രൊസീജിയർ ആണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു നോൺ സർജിക്കൽ ടെക്നിക്കാണ്. സർജറി ഒന്നും കട്ടൊന്നും ചെയ്യാത്ത ഒന്നുമല്ല. എക്സാക്ട്ലി ലൈക്ക് ആൻ കാർഡിയാക് ആൻജിയോഗ്രാം, കൊറോണറി ആൻജിയോഗ്രാം. നമ്മളിങ്ങനെ ഇവിടെ ഗ്രോയിൻ റീജിയനിൽ ലോക്കൽ അനസ്തീസിയ കൊടുത്തിട്ട് നമ്മൾ ഫെമറൽ ആർട്ടറി ഇല്ല ഇവിടെ കൈ വഴി റേഡിയൽ ആർട്ടറി വഴി നമ്മൾ ഒരു കാത്തറ്റർ കേട്ടിട്ട് യൂട്രസിൻ്റെ ആൻജിയോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നത്. യൂട്രസിൻ്റെ ആൻജിയോഗ്രാം ചെയ്തിട്ട് അതിനകത്ത് ഫൈബ്രോയിഡ്ക്ക് ഏത് ബ്ലഡ് സപ്ലൈ ആണ് പോകുന്നത് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ അകത്ത് മാത്രം ചെറിയ കാത്തറ്റർ ഉണ്ടാവും, മൈക്രോ കാത്തറ്റർ അവിടെ വരെ കൊണ്ടുപോയിട്ട് നമ്മൾ ഈ പൗഡർ പോലെ മെഡിസിൻസ് ഉണ്ട്, PVA പാർട്ടിക്കിൾസ്, അത് ഇഞ്ചെക്ട് ചെയ്തിട്ടാണ് നമ്മൾ അത് ബ്ലഡ് സപ്ലൈ ബ്ലോക്ക് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ ശേഷം നമുക്ക് പറഞ്ഞ പോലെ ആസ് ആൻ എഫക്ട് ഓഫ് പ്രൊസീജിയർ കുറച്ച് പെയിൻ ഇൻ ദി ലോവർ അബ്ഡോമൻ, കുറച്ച് യൂറിൻ പോകുന്നു ഡിസ്കംഫർട്ട്, പിന്നെ മോഷൻ പോകാൻ ഡിസ്കംഫർട്ട് അങ്ങനെ വരും.
പിന്നെ ഇതുള്ളത് എല്ലാം ചെയ്യുന്നത് അണ്ടർ ലോക്കൽ അനസ്തീസിയ. നമുക്ക് ജനറൽ അനസ്തീസിയ അങ്ങനെ ആവശ്യമൊന്നുമില്ല. ആസ് എ പാർട്ട് ഓഫ് പ്രീ പ്രൊസീജിയർ വർക്കപ്പ് നമ്മൾ റൂട്ടീൻ ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം ചെയ്യും. പിന്നെ വേണമെങ്കിൽ ചിലപ്പോൾ ഈ ഇത് റൂൾ ഔട്ട് ചെയ്യണം, കാർസിനോമ റൂൾ ഔട്ട് ചെയ്യണം. കാർസിനോമ റൂൾ ഔട്ട് ചെയ്യാൻ പാപ്പ് സ്മിയർ ചെയ്യണം. പിന്നെ DNC ചെയ്തിട്ട് നോക്കണം. അത് സെലക്റ്റഡ് കേസസിൽ സസ്പീഷ്യസ് ആയിട്ടുള്ള പേഷ്യൻസിൽ ചെയ്യണം. മാലിഗ്നൻസി ഉണ്ടെങ്കിൽ ഈ പ്രൊസീജിയർ ചെയ്തിട്ട് ബെനിഫിറ്റ് ഒന്നുമില്ല. അതുകൊണ്ട് മാലിഗ്നൻസി റൂൾ ഔട്ട് ചെയ്യാൻ വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രൊസീജിയറാണ്, സ്റ്റെപ്പാണ്. പിന്നെ പ്രൊസീജിയർ ചെയ്ത ശേഷം വിത്തിൻ എ ഡേ പേഷ്യൻറ്റ് ക്യാൻ റെസ്യൂം ഓൾ ദി നോർമൽ ആക്ടിവിറ്റീസ്. നമുക്ക് ഡ്യൂട്ടിക്ക് പോകുകയാണെങ്കിൽ വിത്തിൻ 2 to 3 days തന്നെ പോകാൻ പറ്റും. പോസ്റ്റ് പ്രൊസീജിയർ പെയിൻ അതെല്ലാം ഉള്ളത് നമ്മൾ മെഡിക്കേഷൻസ് കൊടുത്തിട്ടാണ് മാനേജ് ചെയ്യുന്നത്. മെയിൻ അഡ്വാൻറ്റേജ് ആണ് ഇതൊരു നോൺ സർജിക്കൽ മേജർ അനസ്തീസിയ റിക്വയർമെൻറ്റ് ഒന്നും ഇല്ലാത്ത ക്വിക്ക് പ്രൊസീജിയർ, ക്വിക്ക് റിക്കവറി അങ്ങനെയുള്ള ഒരു പ്രൊസീജിയറാണ്. ഡോക്ടർ സോംസൺ ഇപ്പോൾ ഗൈനക്കോളജിക്കൽ ഫൈബ്രോയിഡിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതല്ലാതെ വേറെ എന്തെല്ലാം ആപ്ലിക്കേഷനാണ് ഇന്റർവെൻഷൻ റേഡിയോളജി ഒബ്സ്റ്ററ്റിക്സിലും ഗൈനക്കോളജിയിലും ഉപയോഗിക്കാറുള്ളത്? ഒന്നാമത് സർ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് എംബോലൈസേഷൻ ഇൻ പോസ്റ്റ്മോർട്ടം ഹെമറേജ്. ഡെലിവറി ഐദർ നോർമൽ ഡെലിവറി ഓർ സിസേറിയൻ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടം ഹെമറേജ് അൺകൺട്രോൾഡ് ആയിട്ട് വരുവാണെങ്കിൽ നമ്മൾ ആ സമയത്ത് എമർജൻസി ലൈഫ് സേവിങ് ആയിട്ട് നമ്മൾ ഈ എംബോലൈസേഷൻ ചെയ്യുന്നുണ്ട്. പ്രൊസീജിയർ സെയിം തന്നെ, പക്ഷേ മൊത്തം യൂട്രസിൻ്റെ ബ്ലഡ് സപ്ലൈ ആണ് നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നത്. ഇത് ഒന്നാമത്തെ. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഈ പ്ലാസൻറ്റ അക്രീറ്റ എന്നൊരു കണ്ടീഷനുണ്ട്. പ്ലാസൻറ്റ അക്രീറ്റ ആണെങ്കിൽ ഈ പ്ലാസൻറ്റ യൂട്രസിൻ്റെ വാളിലെല്ലാം അറ്റാച്ച് ചെയ്ത് ഇരിക്കും. അത് നമ്മൾ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഹെവി ബ്ലീഡിങ് വരെ സാധ്യതയുണ്ട്. അങ്ങനെ പേഷ്യൻസിൽ പ്രൊഫലാക്റ്റിക്കലി നമ്മൾ ഹിസ്റ്റക്ടമി ചെയ്യുന്ന സമയത്ത് ബ്ലീഡിങ് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ 2 ആർട്ടറീസിൻ്റെ ബലൂൺ ഒക്ലൂഷൻ ചെയ്യുന്നുണ്ട്. ബലൂൺ ഒക്ലൂഷൻ ഓഫ് ബോത്ത് ദി യൂട്രൈൻ ആർട്ടറീസ് ആണെങ്കിൽ നമ്മൾ സർജറി ചെയ്യുന്ന സമയത്ത് മാത്രം യൂട്രൈൻ ആർട്ടറി ഒക്ലൂഡ് ചെയ്തിട്ട് പിന്നെ സർജറി ചെയ്യും, പിന്നെ നമ്മളത് ഡിഫ്ലേറ്റ് ചെയ്യും. ഇത് രണ്ടാമത്തെ ആപ്ലിക്കേഷനാണ്. പിന്നെ മൂന്നാമത്തെ ആണെങ്കിൽ പോസ്റ്റ് ഹിസ്റ്റക്ടമി. യൂട്രസ് എടുത്ത് കഴിഞ്ഞിട്ട് അകത്ത് എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നോ, സെക്കൻഡറി ഇൻഫെക്ഷൻ വന്നിട്ട് ഒരു ബ്ലീഡിങ് എന്തെങ്കിലും വരുവാണെങ്കിൽ അങ്ങനെ പേഷ്യൻസിലും നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്തിട്ട് നമുക്ക് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒന്നുകൂടെ എക്സ്പ്ലോറേഷനോ സർജറി ചെയ്യാൻ ആവശ്യമൊന്നുമില്ല. നമ്മളൊരു CT സ്കാൻ ചെയ്തിട്ട് അതിനകത്ത് എവിടെയാണ് ബ്ലീഡിങ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ അത് മാത്രം സെലക്റ്റീവായിട്ട് നമ്മൾ ബ്ലോക്ക് ചെയ്യും. പിന്നെ ഫൈബ്രോയിഡിൻ്റെ ഒരു അപ്ലിക്കേഷൻ ഉണ്ട്. ഇതുപോലെ തന്നെ അഡിനോമൈസിസ് എന്നൊരു വേറെ കണ്ടീഷനുണ്ട്. അഡിനോമൈസിസ് ഓൾസോ പേഷ്യൻസ് ചിലപ്പോൾ സെയിം സിംറ്റംസ് തന്നെ ഉണ്ടാവും. അങ്ങനെ പേഷ്യൻസിൽ നമ്മൾ യൂട്രൈൻ ആർട്ടറി എംബോലൈസേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാം നോൺ സർജറി അല്ല. ഇൻ്റർവെൻഷൻ റേഡിയോളജി ഇപ്പോൾ ഒരു എമർജൻസി സ്പെഷ്യാലിറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെഷ്യലിറ്റി സേവനം എല്ലാ ഹോസ്പിറ്റലിലും ഇപ്പം അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ വന്നിരുന്നത് കാരിത്താസിലെ ചീഫ് ഇൻ്റർവെൻഷൻ റേഡിയോളജിസ്റ്റ് ഡോക്ടർ സോമേശ്വരനും ഗൈനക്കോളജി എക്സ്പെർട്ടായിട്ട് വന്നിരിക്കുന്ന ഡോക്ടർ ബാബുവാണ്. രണ്ടുപേർക്കും എൻ്റെ നന്ദി. വീണ്ടും ഒരു നല്ലൊരു സബ്ജക്റ്റുമായിട്ട് മീറ്റ് ദ എക്സ്പെർട്ടിൽ നമുക്ക് കാണാം.